ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പഠന പരമ്പരയുടെ 40-ാമത്തെ ക്ലാസ്സിലാണ് റോമർക്കെതി ലേഖനം. അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യകുലത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക ദർശനങ്ങളുടെയും ദൈവിക സത്യങ്ങളുടെയും അടിസ്ഥാന ഗ്രന്ഥം. ഒരു ദൈവവേദനെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായി കണക്കാക്കേണ്ട, പരിഗണിക്കേണ്ട ആത്മീക സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ട ലേഖനം റോമർക്കെതി ലേഖനം. ഈ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിലാണ് അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവാത്മാവ് ലോകത്തിലുള്ള പുറംജാതികളോട് ദൈവം ഇടപെടുന്ന വിധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഭൂമിയിലുള്ള ഭൂരിപക്ഷം ജനങ്ങളും പുറംജാതികളാണ്. ഒരു ചെറിയ സമൂഹമായിരുന്നു യഹൂദ സമൂഹം. അവരെ കൂടാതെയുള്ളവരെ പുറംജാതികളെന്നറിയപ്പെടുന്നു. ഇപ്പോൾ നമ്മുടെ പഠന വിഷയം റോമലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വേദഭാഗത്തിൽ നിന്നാണ്. നമ്മുടെ പഠനത്തിൻ്റെ തലക്കെട്ട് പുറജാതികൾ, മനസാക്ഷി, സുവിശേഷ ദൗത്യം. റോമലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വേദഭാഗങ്ങൾ വളരെയധികം തവണ നാം വായിക്കേണ്ടി വരുന്ന വേദഭാഗം. അത്രയും ഗഹനമാണ്. റോമാലേഖനത്തെപ്പോലെ ഈടുറ്റ ഗഹനമായ മറ്റൊരു ലേഖനമില്ലെന്ന് തന്നെ പറയാം. ഈ 2 വാക്യങ്ങൾ എന്തു പറയുന്നു? പുറജാതികളാണ് വിഷയം. അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പൗലോസ് പറയുന്നു, ഈ ദൈവാത്മാവ് പറയുന്നു, ന്യായപ്രമാണമില്ലാത്ത ജാതികൾ, ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു, അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ഇതാണ് ഈ 2 വേദഭാഗം. 1-ാം അധ്യായം നാം റോമലേഖനം പഠിച്ചപ്പോൾ നാം കണ്ടു പൗലോസ് പുറജാതികൾക്കെതിരെ തൻ്റെ കുറ്റാരോപണം നിരത്തുകയുണ്ടായി. കാരണം അവർ ദൈവത്തിൻ്റെ നീതി ആവശ്യമായിരിക്കുന്ന നിലയിൽ കുറ്റക്കാരായി നിൽക്കുകയാണ്. ആ നിലയിൽ അധംപതിച്ച് നിബദിച്ച് കിടക്കുകയാണെന്നുള്ള 1-ാം അധ്യായത്തിൽ കണ്ടു. 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 വേദഭാഗങ്ങൾ പൗലോസ് പുറജാതികളുടെ ലോകത്തെ വിവരിച്ചു. തുടർന്ന് 2-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ യഹൂദന്മാരോട് സംസാരിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങളും കുറ്റക്കാരാണ്, നിങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ ഒഴുകഴിവില്ല, ന്യായീകരണം പറയാനുള്ള യാതൊരു ഒഴുകഴിവും നിങ്ങൾക്കില്ല. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും 17-ാം വാക്യത്തിലും, അല്ലയോ വിധിക്കുന്ന മനുഷ്യനെ, നിനക്ക് ഒഴുകഴിവില്ല എന്ന് പറഞ്ഞു. നീ യഹൂദൻ എന്ന പേർ കൊണ്ടും മറ്റ് അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ നിരത്തി. അപ്പോൾ യഹൂദന്മാരിലേക്ക് നമ്മൾ തിരിച്ചു കടന്നു പോകുന്നതിന് മുമ്പ് ഈ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഈ 2 വാക്യങ്ങൾ പുറജാതികളുടെ ബന്ധത്തിൽ ശരിയാണ്. 2-ാം അധ്യായം പ്രധാനമായിട്ടും യഹൂദന്മാരുടെ പരാധീനത, കുറവുകൾ, പരാജയത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ നിലവാരത്തിൽ തകർന്നു വീണ അവരെക്കുറിച്ചാണ് പൗലോസ് കൈകാര്യം ചെയ്യുന്ന 2-ാം അധ്യായം. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് പൗലോസ് പുറജാതികളായിട്ടുള്ളവരെക്കുറിച്ചും പരാമർശിക്കുന്നു, യഹൂദന്മാരല്ലാത്തവരെക്കുറിച്ച്. 2-ാം അധ്യായത്തിന് 9-ാം വാക്യ ഉദാഹരണത്തിന് തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും, അവിടെ ഏത് മനുഷ്യാത്മാവെന്ന് പറയുമ്പോൾ യഹൂദന്മാർ മാത്രമല്ല, പുറജാതികളായിട്ടുള്ളവരും അവിടെ ഉൾപ്പെടുന്നു. ആദ്യം യഹൂദനും പിന്നെ യവനനും എന്ന് പറയുന്നു. യവനൻ ഉദ്ദേശിക്കുന്നത് യഹൂദന്മാരല്ലാത്ത സകലരെയും, പുറജാതികൾ എന്ന് മറ്റൊരു പ്രയോഗം. കൂടാതെ 12-ാം വാക്യത്തിലും ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും, അതും പുറജാതികളെക്കുറിച്ചാണ്. അവർക്കാണ് ദൈവം ന്യായപ്രമാണം ഇല്ലാത്തത്. ദൈവം തൻ്റെ പ്രമാണം നൽകിയത് യഹൂദന്മാർക്കാണ്. അപ്പോൾ അവിടെയും പൗലോസ് അപ്പോസ്തലന്റെ ഇടയ്ക്ക് പുറജാതികളുടെ സമൂഹത്തെയും പരാമർശിക്കുന്നു. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണം ഇല്ലാതെ നശിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ പ്രതിഷേധമുണ്ടാകാം. ദൈവം ന്യായപ്രമാണം നൽകാതെ എങ്ങനെ ദൈവം അവരെ നശിപ്പിക്കും? എന്തുകൊണ്ട് നശിപ്പിക്കും? അത് അന്യായമല്ലേ? ഇപ്പം ന്യായപ്രമാണം കൊടുത്തിട്ട് അതനുസരിക്കാതിൻ്റെ പേരിൽ ശിക്ഷിക്കാം, ശരിയാണ്. ഇപ്പം പഠിപ്പിച്ചിട്ട് ചോദ്യം ചെയ്യുമ്പോൾ, പരീക്ഷ ഇടുമ്പോൾ തോറ്റാൽ നമുക്ക് ശിക്ഷ നൽകാം. പക്ഷേ പഠിപ്പിക്കാതെ, ക്ലാസ് സിലബസുകൾ പൂർത്തിയാക്കാതെ ചോദ്യം ചെയ്താൽ, ചോദ്യപേപ്പർ കൊടുത്താൽ എങ്ങനെ ഉത്തരം എഴുതും? എന്നതുപോലെ ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്ത പുറജാതികൾ, ന്യായപ്രമാണമില്ലാത്ത അവർ എന്തടിസ്ഥാനം ദൈവനെ നശിപ്പിക്കും? അത് അന്യായമല്ലെന്നൊരു ചോദ്യം, പ്രതിഷേധത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാം. പൗലോസിന് മറുപടി പറയുന്നു. വളരെ വളരെ അനുഗ്രഹീതമായ മറുപടിയാണ്. ആര് പറഞ്ഞു പുറജാതികൾക്ക് നിയമമില്ല എന്ന്? അവർക്കും നിയമമുണ്ട്. ശരിയാണ്, അവർക്ക് മോശയുടെ നിയമമെന്ന കൽപ്പലകയിൽ എഴുതിയ
ചുരുളുകളിൽ പകർത്തെഴുതപ്പെട്ട ആ നിയമമില്ല, ശരിയാണ്, അത് യഹൂദന്മാരോടാണ്. പക്ഷേ പുറജാതികൾക്ക് നിയമമുണ്ട്. അതാണ് ഈ 2 വാക്യത്തിൽ കാണിച്ചത്. അവർ നിയമത്തിൻ്റെ പരിധിക്ക് പുറത്തല്ല. മനുഷ്യന് ദൈവം നിയമം വെച്ചിട്ടുണ്ട്. യഹൂദന് പ്രത്യേകമായ എഴുതപ്പെട്ട തൻ്റെ കൽപ്പനകളും അരുളപ്പാടുകളും ദൈവ ജനത്തിന് കൊടുത്തു, ശരിയാണ്. അതിൻ്റെ അർത്ഥം പുറജാതികൾ ദൈവത്തിൻ്റെ നിയമത്തിനും അധികാരത്തിനും കീഴ്പ്പെടാതെ അതിന് വിദൂരത്തിൽ പുറത്ത് കിടക്കുന്നവരല്ല. അവരും മോശയുടെ നിയമത്തിന് കീഴിലല്ല, ശരി. പക്ഷേ അതിൻ്റെ അർത്ഥം ഒരു നിയമത്തിന് കീഴിലല്ലെന്നല്ല. പുറജാതികളും ദൈവത്തിൻ്റെ നിയമത്തിന് അധികാരത്തിന് കീഴ്പ്പെട്ടവരാണ്. യഹൂദന്മാർക്ക് ദൈവം മോശയുടെ നിയമം കൊടുത്തു, അവരാ നിയമത്തിൻ്റെ കീഴിലാണ്. പുറജാതികൾ പുറത്താണ്, അവർക്ക് നിയമമില്ല, മോശയുടെ നിയമമില്ല. പക്ഷെ അവർക്ക് മറ്റ് നിയമങ്ങളുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്. ചില പരിഭാഷകന്മാരുടെ ചിന്ത ഈ 2 വാക്യങ്ങൾ ഈ പ്രധാനപ്പെട്ട ചിന്തയിൽ നിന്ന് തെറ്റിപ്പോയ വാക്യങ്ങളാണ്, വഴിതെറ്റിപ്പോയ വാക്യങ്ങളാണ്. ഈ 2 വാക്യങ്ങളില്ലെങ്കിൽ റോമാലേഖനത്തിലെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് ഒരു ഭംഗവും വരില്ല. ഈ 2 വാക്യങ്ങൾ ആവശ്യമില്ല ധാരണയാണ്, തെറ്റാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും സ്വർഗീയമായ ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് പുറജാതികൾ, മനസാക്ഷി, സുവിശേഷ ദൗത്യം. ആദ്യം നമ്മൾ ഈ വേദഭാഗം ശരിയായിട്ടൊന്ന് പരിശോധിക്കും. പുറജാതികളും ദൈവവും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കുവാൻ. എന്നിട്ട് നാം മനസാക്ഷി എന്ന വിഷയത്തെ പരിശോധിക്കും. മനസാക്ഷി എന്ന വിഷയം പുതിയ നിയമത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ പ്രകാശപൂർണമായ നിലയിൽ അവതരിപ്പിക്കുന്ന വാക്യങ്ങളാണ് റോമലേഖനം 2-14-15. ഇപ്പോൾ റോമലേഖന പഠനത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അനുഗ്രഹം എന്ന് പറയുന്നത് ഓരോ വേദഭാഗങ്ങളും ഓരോ പാരഗ്രാഫുകൾ നമ്മൾ പഠിക്കുമ്പോൾ വളരെ സുപ്രധാനമായ ദൈവശാസ്ത്രീയമായ പഠന വിഷയങ്ങളുണ്ട്, റോമലേഖനത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതൊക്കെ നമുക്ക് പരിചയപ്പെടേണ്ട വരും. ഇപ്പം മനസാക്ഷിയെപ്പോലെ, പുറജാതികളെ ദൈവം ന്യായവിധിക്കുന്നതിനെ പോലെ. അങ്ങനെ നമ്മൾ പരിശോധിച്ചതിന് ശേഷം 14-15 വാക്യത്തിൽ നമ്മൾ ഉന്നയിക്കാൻ പോകുന്ന ചോദ്യം, ഇതെങ്ങനെയാണ് കർത്താവ് യേശു ലോകത്തെ സുവിശേഷീകരിക്കാനായിട്ട് നൽകിയ ദൗത്യത്തിൽ ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? അതുകൊണ്ടാണ് നമ്മൾ ഈ തലക്കെട്ടിന് ഈ വിധം പേര് വിട്ടത്, പുറജാതികൾ, മനസാക്ഷി, സുവിശേഷ ദൗത്യം. ആദ്യമായി നമുക്ക് ഈ വിഷയത്തിൻ്റെ വിശദമായ വിശകലനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുറജാതികൾക്കും ഒരു നിയമമുണ്ട്. പുറജാതികൾക്കൊരു നിയമമുണ്ട്. പലതവണ നമ്മൾ ഈ വേദഭാഗങ്ങൾ രണ്ടും വായിക്കും. അപ്പോൾ നമ്മൾ വേദഭാഗം ഒന്ന് പരിശോധിക്കും. പൗലോസ് ആരംഭിച്ചത് ഇങ്ങനെയാണ്, 14-ാം വാക്യം. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ. ഓരോ പ്രയോഗം വേറിട്ട് നമ്മൾ ചിന്തിക്കണം. ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ. ഇപ്പം പുറജാതികൾക്ക് ന്യായപ്രമാണമില്ല, പക്ഷേ ആ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ എന്ന് പറയുന്നു. നാം 1-ാം അധ്യായം പഠിച്ചപ്പോൾ അപ്പോസ്തലൻ വളരെ ശോചനീയമായൊരു ചിത്രമാണ് പുറജാതികളുടെ ലോകത്തെക്കുറിച്ച് വരച്ച് കാണിച്ചത്. പുറജാതികളുടെ ലോകം, നിലംപതിച്ച് കിടക്കുന്ന, ദൈവം കൈവിട്ടൊരു ലോകം. അതേ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. പുറജാതികൾ ലോകം ദൈവം കൈവിട്ടു, ശോചനീയമായ നിലയിൽ അധംപതിച്ച് കിടക്കുകയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ 100 പേരാണ് മൊത്തം പുറജാതി ലോകത്തിലുള്ള 100 പേരും അങ്ങനെയാണെന്നല്ല. അതിൽ ചിലരുണ്ടാകാം, 1-2 പേരാകാം. പുറജാതികളായിട്ടുള്ള സകല മനുഷ്യരും ദുർനടപ്പിലും വിഗ്രഹാരാധനയിലും അന്ധവിശ്വാസത്തിലും, കാരണം 1-ാം അധ്യായത്തിൻ്റെ 24-27 പറയുന്ന അപമാന രാഗങ്ങളിലും ശരീരങ്ങളെ അപമാനിക്കുന്ന തരത്തിലും അശുദ്ധിയിലുമെല്ലാം എല്ലാവരും, ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും വീണുപോയി എന്നല്ല. 28-32 1-ാം വാക്യത്തിൽ പറയുന്നല്ലോ, 21ഓളം പാപങ്ങൾ നിരത്തി. പുറജാതികളെല്ലാവരും അത് ചെയ്യുന്നുവെന്നല്ല. പൗലോസ് അതിൽ ചിലർ, ഈ പുറജാതികൾ ലോകത്തിലുള്ള ചിലർ, ന്യായപ്രമാണത്തിലുള്ളത് അവർ സ്വഭാവത്താൽ അവർ ചെയ്യുന്നു. ഈ പറയുന്ന വലിയ പാപത്തിൻ്റെ കുഴിയിൽ വീഴാതെ കുറച്ച് പേര്, വളരെ ചുരുക്കമാകാം, അവർക്ക് ന്യായപ്രമാണത്തിൽ ദൈവം കൊടുത്തതായ ആ നിലവാരമനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നു ചിലർക്ക്. വിശദമായി നമുക്ക് നോക്കാം. ഇപ്പോൾ അപ്പോസ്തലൻ ഒരിക്കലും എന്തല്ല പറയുന്നത്, ഈ പുറജാതികൾ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചെന്നല്ല പറയുന്നത്. ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത്
ന്യായപ്രമാണം മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചു എന്നല്ല, കുറച്ച് പേർ അനുസരിച്ചു എന്നല്ല പറയുന്നത്. കാരണം അവർക്കനുസരിക്കാൻ സാധിക്കില്ല, കാരണം അവർക്കല്ല നിയമം. ന്യായപ്രമാണം എന്ന നിയമം നൽകപ്പെട്ടത് യഹൂദന്മാർക്കാണ്. മോശയെ സീനായി മലയുടെ മുകളിലേക്ക് വിളിച്ചു വരുത്തി അവരിൽ മോശയിലൂടെ ദൈവം ന്യായപ്രമാണം നൽകിയത്, ആ ഉടമ്പടിയിൽ പ്രവേശിച്ചത് യഹൂദജനത്തിനാണ്. പുറജാതികൾക്ക് ന്യായപ്രമാണമില്ല. അതുകൊണ്ട് മോശയുടെ ന്യായപ്രമാണം ചെയ്തു എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ന്യായപ്രമാണത്തിലൊരു സ്വഭാവത്താൽ ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഏകാഗ്രമായ ശ്രദ്ധ വേണം, മറന്നു പോകരുത്. അതുകൊണ്ട് അവർക്ക് ന്യായപ്രമാണമില്ല, അതെങ്ങനെ ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് ന്യായപ്രമാണം അനുസരിച്ചു എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതിനു പകരം ന്യായപ്രമാണത്തിലുള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ, ന്യായപ്രമാണത്തിൽ പരാമർശിച്ചിരിക്കുന്ന ദൈവം കൽപ്പിച്ച ചില അടിസ്ഥാന തത്വങ്ങൾ, ഉദാഹരണത്തിന് പഴയ ഉടമ്പടി അല്ലെങ്കിൽ പഴയ നിയമത്തിൽ 10 കൽപ്പനയിൽ, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 10 കൽപ്പനയിൽ പുറപ്പാട് 20:12 നിൻ്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക. ഈ പുറജാതിക ലോകത്ത് ചിലർ അവിടെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുന്നു. അവർക്കറിയാം അവിടെ അപ്പനെ, മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതാണ് എന്നുള്ള ബോധ്യം പുറജാതി ലോകത്ത് ചിലർക്കുണ്ട്. അവർക്ക് മോശയുടെ ന്യായപ്രമാണം അറിയില്ല, അങ്ങനെ ഒരു കൽപ്പനയുണ്ടെന്ന് അവർക്കറിയില്ല. പക്ഷേ ഈ പുറജാതികളുടെ ജീവിതത്തിൽ ചിലർ അവരുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നു. പുറപ്പാട് 20:13 മറ്റൊരു കൽപ്പന, 10 കൽപ്പനയിൽ മറ്റൊരു കൽപ്പനയാണ് എന്ത്? കുല ചെയ്യരുത്. പുറജാതികളായ പലർക്കും ബോധ്യമുണ്ട് കുല ചെയ്യുന്നത് തെറ്റാണ്, കുലപാതകം തെറ്റാണെന്ന ബോധ്യം ചിലർക്കുണ്ട്. 10 കൽപ്പന 7-ാമത്തെ കൽപ്പനയാണ് പുറപ്പാട് 20:14 വ്യഭിചാരം ചെയ്യരുത്. ഈ പുറജാതികളായ ചിലർക്ക് മോശയുടെ ന്യായപ്രമാണത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതൊന്നും അറിയില്ല. ഒരു ദൈവം ഇങ്ങനെ കൽപ്പന കൊടുത്തൊന്നും അറിയില്ല. എങ്കിലും അവർ വിവാഹം കഴിച്ചവരുടെ പങ്കാളികളോട് വിശ്വസ്തത പുലർത്തുന്നു. വ്യഭിചാര കർമ്മത്തിൽ സ്വാധീനത്തിൽ വീണുപോകുന്നില്ല. 10 കൽപ്പനയിലെ 8-ാമത്തെ കൽപ്പനയാണ് അന്യൻ്റെ മുതൽ മോഷ്ടിക്കരുത്. പുറജാതികളായ ചിലർക്ക് നന്നായിട്ടറിയാം മോഷണം തെറ്റാണ്. എവിടെ നിന്ന് പഠിച്ചു? നിയമമില്ല. മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ 10 കൽപ്പനകളൊന്നും അവർക്ക് അറിയില്ല, ഒരു പ്രമാണമുണ്ടെന്ന് പോലും അറിയില്ല. പക്ഷെ അവർ ഈ 10 കൽപ്പനയിലുള്ള ഈ അടിസ്ഥാന തത്വങ്ങൾ പാലിച്ച് ജീവിക്കുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നു, അവർ കൊല ചെയ്യുന്നില്ല, കൊല ചെയ്യുന്ന തെറ്റെന്ന്, ചില ചെയ്യാതിരിക്കുന്ന മാത്രമല്ല കൊല ചെയ്യുന്ന തെറ്റെന്നുള്ള അറിവ്, വ്യഭിചാരം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല. അപ്പോൾ ഈ പുറജാതികൾക്ക് 10 കൽപ്പനകൾ അറിയില്ല. പിന്നെ അവരെങ്ങനെയാണ് ഈ തത്വങ്ങൾ അനുസരിച്ച് ജീവിച്ചത്? പൗലോസ് പറയുന്നു സ്വഭാവത്താൽ ചെയ്യുന്നു. സ്വഭാവം, പ്രകൃതിയാൽ എന്ന വാക്കാണ് നേച്ചർ, ഇൻസ്റ്റിൻറ്റീവ്ലി എന്ന ഇംഗ്ലീഷ് വാക്കാണ്. യവന ഭാഷയിൽ ഫൂസിസ് എന്ന യവന വാക്ക്, സ്വഭാവത്താൽ. കാരണം ഒരു സ്വഭാവത്താൽ ന്യായപ്രമാണം എന്താണ് ആവശ്യപ്പെട്ടത്, അത് ന്യായപ്രമാണം വായിച്ചോ കേൾക്കുകയോ ചെയ്യാതെ തന്നെ ന്യായപ്രമാണം ആവശ്യപ്പെട്ടത് അവരുടെ സ്വഭാവം, പ്രകൃതിയാൽ അവർ ചെയ്യുകയാണ്. കാരണം അവരുടെ സ്വാഭാവികമായ കഴിവുകൊണ്ട് ശരിയേതാണ്, ഉചിതമായതേതാണ്, നല്ലതേതാണെന്നുള്ള തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവ് മാത്രമാണ് അവർ ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ സ്വഭാവത്താൽ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 26-27 അവിടെ പറഞ്ഞ് ഈ വാക്കിൻ്റെ ഉപയോഗമുണ്ട്. അതുകൊണ്ട് ദൈവം ഒരു അവമാനങ്ങൾ ഏൽപ്പിച്ച അവിടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവവിരുദ്ധമാക്കി. സ്വാഭാവികമായി സ്ത്രീയും പുരുഷനും തമ്മിലാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത്, പ്രകൃതിപരമായ സ്വാഭാവികമായ ബന്ധം. അതിനെ അസ്വാഭാവിക ബന്ധമാക്കുമ്പോൾ പുരുഷനും സ്ത്രീയുമാകും. 27-ാം വാക്യത്തിൽ അതേ ഉപയോഗം കാണാം. അവിടെ പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ചലിച്ച് ആണോട് ആൺ അവലക്ഷണമായി പ്രവർത്തിക്കുന്നു. അവിടെ ആ വാക്കാണ് സ്വാഭാവികം, പ്രകൃതിപരം. അപ്പം ഇവിടെ വ്യക്തമാണ് പുറജാതികളെ ഈ സമൂഹത്തിൽ ചിലർ, എല്ലാവരും എന്നല്ല വീണ് കിടക്കുന്നത്, എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നു എന്നല്ല. അവരുടെ ഇടയിൽ ചിലർക്ക്, ഒരാൾക്ക് ചെയ്യാൻ സാധിച്ചാൽ അതൊരു സാധ്യതയാണ്. ഒരാൾക്ക് ചെയ്യാൻ സാധിച്ചാൽ 2 പേർക്ക് ചെയ്യാൻ പറ്റും, 2 പേർക്ക് സാധിക്കുമെങ്കിൽ 10 പേർക്ക് പറ്റും. അപ്പോൾ ഇത് സാധിക്കും. അപ്പോൾ പുറജാതികളായിട്ടുള്ള സ്വഭാവത്താൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്,
എന്ന് സ്വഭാവം കൊണ്ട് മനസ്സിലാക്കി, സ്വഭാവത്താൽ പ്രകൃതിയാൽ മനസ്സിലാക്കി. എന്തുകൊണ്ടാണ്? കാരണം ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവഛായയും സാദൃശ്യവുമാണ് മനുഷ്യൻ്റെ സൃഷ്ടിക്ക് പിന്നിലുള്ളത്. അതുകൊണ്ട് ഇത് അസാധ്യമല്ല. മാത്രമല്ല, പൗലോസ് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. 15-ാം വാക്യം. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇപ്പം പുറജാതികളായിട്ടുള്ളവർ സ്വഭാവത്താൽ ന്യായപ്രമാണത്തിലുള്ളത് ചെയ്യുന്നു എന്ന് പറഞ്ഞു 14-ാം വാക്യത്തിൽ. ഇപ്പം ന്യായപ്രമാണമില്ലാത്തവർ തങ്ങൾക്ക് തന്നെ ന്യായപ്രമാണം. അവർക്ക് ന്യായപ്രമാണമില്ല. മോശയുടെ ന്യായപ്രമാണം അവർക്കല്ല. പക്ഷെ ന്യായപ്രമാണമില്ലാത്തവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ പൗലോസ് ഉദ്ദേശിക്കുന്ന ചില മനുഷ്യരുടെ ലോകത്തിൽ ഒരു പ്രമാണത്തിന് വിധേയപ്പെടാത്ത, മനുഷ്യരെ ഭയമില്ല, ദൈവത്തെ ഭയമില്ല. ബൈബിളിൽ തന്നെ ഒരു മനുഷ്യനെ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വേച്ഛാധിപതികളായി ജീവിക്കുന്നു. അവർ ഉണ്ടാക്കുന്നതാണ് നിയമം. ലോകത്തിലെ നിയമങ്ങൾ, ദൈവത്തിൻ്റെ നിയമങ്ങൾക്കൊന്നും ചെവി കൊടുക്കാത്ത, പ്രാധാന്യം കൊടുക്കാത്ത മനുഷ്യർ. അങ്ങനെയുള്ളവരെക്കുറിച്ചല്ല പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികളെ ഉദ്ദേശിച്ചല്ല അവർ സംസാരിക്കുന്നത്. അപ്പോൾ പൗലോസ് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കും. തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ സ്വേച്ഛാധിപതികളെക്കുറിച്ചല്ല, തങ്ങൾക്ക് തന്നെ ന്യായപ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ദൈവത്തിന് നിയമത്തിന് വിരോധമായി നിൽക്കുന്ന മത്സരികളെക്കുറിച്ചല്ല പറയുന്നത്. പൗലോസ് പറയുന്നത് ന്യായപ്രമാണത്തിൽ ദൈവം ആവശ്യപ്പെട്ട നിലവാരം ജീവിതത്തിൽ അവർ അനുഭവിച്ചുകൊണ്ട്, ജീവിച്ചുകൊണ്ട്, ജീവിതശൈലിയെ പിന്തുടർന്നുകൊണ്ട് അവരുടെ ഉള്ളിൽ ആ നിലവാരം എഴുതിയിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അവർ തന്നെ ഒരു ന്യായപ്രമാണമാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെയാണ് ന്യായപ്രമാണത്തിലുള്ളത്. രണ്ടും ഒരു അർത്ഥം തന്നെയാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി, അതായത് ന്യായപ്രമാണത്തിലുള്ളത്. ഇപ്പോൾ പുറജാതികളുടെ അവരുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുകയാണ്. മോശയിൽ കൊടുത്ത 10 പുതിയ പഴയ നിയമ പ്രമാണം മുഴുവൻ എഴുതിയിരിക്കുന്നതല്ല, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി എന്നാണ് എടുത്തു കാണിച്ചത് പൗലോസ്. ന്യായപ്രമാണം എഴുതിയിരിക്കുന്നതല്ല, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി എഴുതിയിരിക്കുന്നു ഹൃദയത്തിൽ. ഇത് ന്യായപ്രമാണം ആവശ്യപ്പെട്ട നിലവാരത്തെക്കുറിച്ച് ഈ ജാതികളിൽ ചിലർക്ക് ബോധ്യമുണ്ടായി. ഒരാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ 10 പേർക്ക് ബോധ്യമുണ്ട്, 10 പേർക്ക് ബോധ്യമുണ്ടായി, 100 പേർക്ക് ബോധ്യമുണ്ടായി. അപ്പോൾ ലോകത്തുള്ള സകല പുറജാതികളും തകർന്ന് വീട് കിടക്കുന്നു എന്നല്ല, ഇങ്ങനൊരു സാധ്യത ചിലർക്കുണ്ട്. അത് അനുഭവിക്കുന്ന, അങ്ങനെ ജീവിക്കുകയാണ്. എവിടെ എഴുതിയിരിക്കുന്നു? ഹൃദയത്തിൽ. ഹൃദയത്തിൽ എഴുതിയിരിക്കും. ഹൃദയം എന്നുള്ളതിന് ബൈബിളിൽ ഉപയോഗിക്കുന്നത് വളരെ വിശാലമായൊരു അർത്ഥമാണ്. നമ്മുടെ അന്തരാത്മാവ്, അകത്തെ മനുഷ്യൻ, വികാരങ്ങളുടെയും ഉൾപ്രേരണകളുടെയും നമ്മുടെ മമത, ചായ്വ്, ഇഷ്ടം എന്നിവയുടെയൊക്കെ ഇരിപ്പിടം, നമ്മുടെ വൈകാരിക ബുദ്ധിതലത്തിൻ്റെ ഇരിപ്പിടം എന്നൊക്കെയുള്ള അർത്ഥമാണ് ഹൃദയം എന്ന് പറയുന്നത്. ബൈബിളിൽ ഹൃദയം എന്ന് പറയുന്നത് മാംസപേശികൾ നിർമ്മിതമായ നമ്മുടെ മുഷ്ടിയുടെ വലിപ്പമുള്ള രക്തസംക്രമണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അവയവമെന്ന അർത്ഥത്തിലല്ല. ഹൃദയം എന്ന് പറയുന്നത് സകല വികാരങ്ങളുടെയും ഉൾപ്രേരണകളുടെയും ചായ്വുകളുടെയും ഇഷ്ടത്തിൻ്റെയും ഒക്കെ ഇരിപ്പിടം. അവിടെ ഈ ഹൃദയത്തിൽ എഴുതിയിരിക്കുകയാണ്. ഗ്രീക്ക് വാക്ക് ഗ്രാഫോ എന്ന ഗ്രീക്ക് വാക്ക് ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ഹൃദയത്തിൽ എഴുതിയിരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചില നമ്മൾ പറയുമ്പോൾ അവൻ തോക്കുമെന്ന് അവൻ്റെ മുഖത്ത് എഴുതിയിട്ടുണ്ട്, അവനെ കൊണ്ടത് പറ്റില്ല എന്നവൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെ വളരെ പ്രത്യേകമായിട്ട് പൗലോസ് കാണിച്ചിരിക്കുകയാണ്. ചില ധാർമ്മിക കടപ്പാടുകൾ ഇവിടെ ഹൃദയത്തിൽ നിന്ന് അവർക്കറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞു, അപ്പനെ അമ്മയെ ബഹുമാനിക്കാം. ഒരു മനുഷ്യനെന്ന നിലയിൽ അവന് സാമാന്യ ബോധമാണത്. ഒരു മതഗ്രന്ഥത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ദൈവം സൃഷ്ടിച്ച മനുഷ്യരെ സംബന്ധിച്ച ഹൃദയത്തിലുള്ള സാമാന്യ ബോധമാണ്. കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മറ്റുള്ളവരുടേത് മോഷ്ടിക്കരുത്. അവരുടെ ഹൃദയത്തിനകത്തുള്ള സാമാന്യ ബോധമാണത്. അത് അദൃശ്യമായൊരു പേന കൊണ്ട് എഴുതിയിരിക്കുകയാണത് ഉള്ളിൽ. അതാണ് ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. അദൃശ്യമായൊരു പേന. അതുകൊണ്ട് സകല മനുഷ്യ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു. ഇപ്പം ന്യായപ്രമാണത്തിലുള്ളത് അവിടെ ഹൃദയത്തിൽ, ഇത് പ്രജാതികളെക്കുറിച്ചാണ് പറയുന്നത്, ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇത് വളരെ ആലോചനാപൂർവ്വം ഒരു വൈരുദ്ധ്യം ഇവിടെ കാണിക്കുന്നുണ്ട് പൗലോസ്. എന്താണ് വൈരുദ്ധ്യം? യഹൂദന്മാർക്ക് നിയമം എവിടെയായിരുന്നു? കല്ലിൽ കൊത്തിയെടുത്ത വലിയ കല്ലിൽ 10 കൽപ്പനകൾ എഴുതി. ബാഹ്യം പുറമെയാണ്. പുറപ്പാട് 24:12. പുറപ്പാട് പുസ്തകത്തിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിച്ച് കേൾക്കാം. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 24:12. 10 കൽപ്പനകൾ ദൈവം കൊടുത്തപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ യഹോവ മോശയോട്, നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക. ഞാൻ നിനക്ക് കൽപ്പലകകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനയും തരും എന്ന് അരുളി ചെയ്തു.
എന്ന് കല്ലിൽ ഒരു പലക കുത്തി ഉണ്ടാക്കി. പക്ഷേ പുറജാതികൾക്കുള്ള കൽപ്പന എവിടെയാണ്? അകത്താണ്. അവർക്ക് നിയമം അകത്തെഴുതി, അവിടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് കൂടുതലായിട്ട് അടുത്ത ദിവസം ചിന്തിക്കാം. 3 കാര്യങ്ങളാണ് പുറജാതികൾക്ക് വേണ്ടി ദൈവം വെച്ചത്. എന്തൊക്കെയാണ്? ഒന്ന്, അവിടെ ഹൃദയം, മനസ്സാക്ഷി, അവിടെ വിചാരങ്ങൾ. അവർക്ക് വേണ്ടി സാക്ഷ്യം പറയുന്ന 3 കാര്യങ്ങൾ. കയ്യിൽ മോശയുടെ പുസ്തകമില്ല, ചുരുളില്ല, സിനഗോഗിൽ പോകാൻ പറ്റില്ല, യഹൂദജനത്തിന് പുറത്താണവർ, ലോകത്ത് ദൈവമില്ലാതെ പ്രത്യാശയില്ലാത്ത യഹൂദ പൗരതയോട് സംബന്ധമില്ലാതെ കിടക്കുന്നവരാണ്. അവരെങ്ങനെ ന്യായം വിധിക്കും? എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ നിയമത്തിൻ്റെ കീഴിലാണ്. മോശയുടെ നിയമത്തിൻ്റെ കീഴിലല്ല, സമ്മതിച്ച്. പക്ഷെ നിങ്ങളൊരു നിയമത്തിൻ്റെ കീഴിലാണ്. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സാക്ഷി, നിങ്ങളുടെ വിചാരങ്ങൾ, അത് നിങ്ങളെ കുറ്റം വിധിക്കുകയോ പ്രതിവാദിക്കുകയോ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം പറയും. തുടരാൻ നമുക്ക് അടുത്ത പാഠത്തിൽ കൂടുതൽ വ്യക്തമായി. ഇവിടെ ദൈവം സർവാധികാരിയായ, സർവത്തിൻ്റെ നാഥനും ഉടയവനുമായ ദൈവത്തിനറിയാം ഏത് മനുഷ്യനെ എങ്ങനെ ന്യായം വിധിക്കണം. ഇന്ന് പുതിയ കൽപ്പനയുണ്ട്, പുതിയ നിയമമുണ്ട്. ദൈവം സകല മനുഷ്യരെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കും. ഏതെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും കോണുകളിൽ യാതൊരുവിധ ദൈവികമായ ചിന്തകൾക്കും അവകാശമില്ലാതെ, വചനം കേൾവിയില്ലാതെ കിടക്കുന്ന മനുഷ്യന് ന്യായവിധി നേരിട്ടേ പറ്റൂ. ദൈവത്തിൻ്റെ മാർഗമുണ്ട്. തുടരാൻ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി. താങ്ക് യു.